ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ITR അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ സംബന്ധിച്ച് ധാരാളം സംശയങ്ങൾ പലർക്കുമുണ്ട്. ആരൊക്കെ ITR ഫയൽ ചെയ്യണം? ഡിസബിലിറ്റി പെൻഷൻ ലഭിക്കുന്നവർ ITR ഫയൽ ചെയ്യേണ്ടതുണ്ടോ? ഫാമിലി പെൻഷനേഴ്സിന് ITR ഫയൽ ചെയ്യണോ? തുടങ്ങി ധാരാളം സംശയങ്ങൾ. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. നമ്മളിപ്പോൾ ഫയൽ ചെയ്യേണ്ട ഇൻകം ടാക്സ് റിട്ടേൺ ഫിനാൻഷ്യൽ ഇയർ 2024-25 അഥവാ ആനുവൽ ഇയർ 2025-26 ആണെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതനുസരിച്ച് പലരുടെയും സംശയമാണ് 12 ലക്ഷം വരെ ഇൻകത്തിന് ടാക്സ് നൽകേണ്ടതില്ല എന്നുള്ളത്. കഴിഞ്ഞ ഫിനാൻസ് ബജറ്റിൽ അനൗൺസ് ചെയ്ത കാര്യമാണ് 12 ലക്ഷം വരെ ഇൻകത്തിന് ടാക്സ് ഒന്നും നൽകേണ്ടതില്ല എന്നത്. എന്നാൽ അത് ഫിനാൻഷ്യൽ ഇയർ 2025-26 അതായത് ആനുവൽ ഇയർ 2026-27 അതായത് അടുത്ത വർഷം ITR ഫയൽ ചെയ്യുമ്പോൾ മാത്രമേ 12 ലക്ഷം വരെ ടാക്സ് ഇല്ലാതെ വരുന്നുള്ളൂ. ഫിനാൻഷ്യൽ ഇയർ 2024-25 അതായത് ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന ITRന് ന്യൂ റെസ്യൂമിൽ 7 ലക്ഷം വരെ മാത്രമേ എക്സംഷൻ ഉള്ളൂ. അതും റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് വേണ്ടി മാത്രം. NRI ആണെങ്കിൽ ഈ ഡിഡക്ഷനും ലഭിക്കില്ല. സാലറീഡ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും സ്വന്തമായി ഒരു വീട് മാത്രമേ ഉള്ളെങ്കിൽ ITR 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതോടൊപ്പം ചെറിയ വരുമാനവും മറ്റ് കാര്യങ്ങളിൽ നിന്നും ഉണ്ടെങ്കിലും ITR 1 തന്നെ ഫയൽ ചെയ്യാൻ സാധിക്കും. ന്യൂ റെസ്യൂം അനുസരിച്ച് 3 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ ITR ഫയൽ ചെയ്യണമെന്നാണ്. ഇത് ഓൾഡ് റെസ്യൂമിൽ വരുമ്പോൾ 2.5 ലക്ഷത്തിന് മുകളിലേക്കുള്ളവർ ITR ഫയൽ ചെയ്യണമെന്നാണ്. ഇനി ഒരു ഇൻകം പോലും ഇല്ലാത്ത ഒരാൾ UPI ആപ്ലിക്കേഷൻ വഴി 50 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ സേവിങ്സ് അക്കൗണ്ടിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ITR ഫയൽ ചെയ്യേണ്ടതാണ്. കറണ്ട് അക്കൗണ്ടിൽ ഇത് 1 കോടിയാണ്. അതുപോലെ വിദേശ യാത്രയ്ക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ ചിലവാക്കിയവരും കറണ്ട് ബില്ലായി 1 ലക്ഷത്തിൽ കൂടുതൽ അടച്ചവരും ITR ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അതുപോലെ 25,000 രൂപയിൽ കൂടുതൽ ഇൻകം ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിലും സീനിയർ സിറ്റിസൺ ഇത് 50,000 ആണ്. അതിൽ കൂടുതൽ ഇൻകം ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി ഡിസബിലിറ്റി പെൻഷൻ ലഭിക്കുന്നവർ ITR ഫയൽ ചെയ്യണോ? ഉറപ്പായും ചെയ്യേണ്ടതാണ്. ഡിസബിലിറ്റി പെൻഷനിൽ സർവീസ് എലമെൻറ്റും അതോടൊപ്പം ഡിസബിലിറ്റി എലമെൻറ്റും ടാക്സ് നൽകേണ്ടതില്ല. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ ITR ഫയൽ ചെയ്യണം. കാരണം ITR ഫയൽ ചെയ്യുമ്പോൾ എക്സംപ്റ്റ് ഇൻകം എന്ന ഓപ്ഷനിൽ ഡിഫൻസ് മെഡിക്കൽ ഡിസബിലിറ്റി പെൻഷൻ എന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അതിനാൽ ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നവരിൽ ഇൻകം ടാക്സ് ഓൾറെഡി പിടിച്ചവരുണ്ടെങ്കിൽ ഉറപ്പായും ITR ഫയൽ ചെയ്യുക. അപ്പോൾ പിടിച്ച എമൗണ്ട് റീഫണ്ട് ലഭിക്കുന്നതാണ്. ഫാമിലി പെൻഷനേഴ്സിൽ ഓപ്പറേഷണൽ ഡ്യൂട്ടിയിൽ വീരമൃത്യു വരിച്ചവരാണെങ്കിൽ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല. ഓൾഡ് റിസ്യൂമിൽ 60 മുതൽ 80 വയസ്സ് വരെയുള്ളവർക്ക് 3 ലക്ഷം വരെ ടാക്സ് നൽകേണ്ടതില്ല. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ലിമിറ്റ് 5 ലക്ഷം വരെയാണ്. അതുപോലെ മറ്റ് ഫാമിലി പെൻഷനേഴ്സിന് ഫാമിലി പെൻഷനിൽ 25,000 രൂപയുടെ ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. ഫാമിലി പെൻഷനേഴ്സും ITR ഫയൽ ചെയ്യേണ്ടതാണ്. ഓൾഡ് റെസ്യൂമിൽ ITR ഫയൽ ചെയ്യാനായി ഇത്തവണ മുതൽ എല്ലാ ഡിഡക്ഷൻസും പ്രൂഫ് നൽകേണ്ടതുണ്ട്. അതായത് ഓരോ ഡിഡക്ഷൻ്റെയും പ്രൂഫ് സഹിതം നൽകിയാൽ മാത്രമേ ഇത്തവണ മുതൽ നമുക്ക് ഓൾഡ് റെസ്യൂമിൽ ITR ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻകം കുറവായവർ ITR ഫയൽ ചെയ്തതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ? തീർച്ചയായും ഗുണമുണ്ട്. ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ITR ഫയൽ ചെയ്തതിൻ്റെ റെസിപ്റ്റ് നൽകിയാൽ വേഗത്തിൽ ലോൺ സാങ്ഷൻ ആകുന്നതാണ്. ഫോറിൻ ഇമിഗ്രേഷനായും ITR റെസിപ്റ്റ് ആവശ്യമാണ്. 50 ലക്ഷത്തിന് മുകളിലുള്ള ടേം ഇൻഷുറൻസുകളിൽ ചേരാൻ ITR റെസിപ്റ്റ് അത്യാവശ്യമാണ്. ആയതിനാൽ കഴിവതും എല്ലാവരും ITR ഫയൽ ചെയ്യുക. ഇത് സ്വന്തമായും ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം. ഇനി ITR ഫയൽ ചെയ്യുന്നവർ കഴിവതും ജൂൺ 15 ശേഷം ചെയ്യാൻ ശ്രമിക്കുക. കാരണം അപ്പോഴേക്കും 26AS അപ്ഡേറ്റ് ആകുന്നതാണ്. ഈ വർഷത്തെ ITR ഫൈൻ കൂടാതെ ഫയൽ ചെയ്യാൻ 15 സെപ്റ്റംബർ 2025 വരെ സമയമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.